നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ഈ അവസ്ഥയില് ദയ നീ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോണോ ശബരി? ഈ അസുഖം വെച്ച് ഇവിടെ ഇരുന്ന നിങ്ങൾക്കും ബുദ്ധിമുട്ടാവില്ലേ ചേച്ചി? ഞങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. ദയക്ക് വയ്യാതാവുമ്പോ പഞ്ചരത്നത്തി വെച്ച് ഇവിടെ പരിചരിക്കേണ്ട കടമ ഞങ്ങൾക്കുണ്ടല്ലോ. ഞാനിവിടെ നിന്നോളാം ശബരേട്ട. അവിടെ വന്ന എനിക്ക് ടെൻഷൻ കൂടെ ഉള്ളൂ. അപ്പോ സുഖമില്ലാത്ത മോനെ നിനക്ക് കാണുമെന്ന് തോന്നുന്നില്ലേ ദേ? എനിക്ക് വയ്യാത്തോണ്ടല്ലേ ശബരേട്ട. ഇനി മോനെ നോക്ക ശബരേട്ടന് വയ്യെങ്കിൽ അവനെയും കൂടി ഇങ്ങോട്ട് കൊണ്ടുവാ. ഇവിടെ ഞങ്ങൾ എങ്ങനെയെങ്കിലും കഴിഞ്ഞോളാം. അങ്ങനെ കഴിയേണ്ട കാര്യം എന്താ? നിന്നെ മോനെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം എനിക്കുണ്ട്. അന്ന് ഞാൻ പറഞ്ഞപ്പോ നീ ഹോസ്പിറ്റലിലേക്ക് വരാൻ തയ്യാറായിരുന്നെങ്കിൽ ഇപ്പൊ ഇങ്ങനെ സംഭവിക്കുമായിരുന്നോ? ഇനി ഇതിങ്ങനെ വെച്ചോണ്ടിരിക്കാൻ പറ്റില്ല. ഒന്നുകിൽ ഇപ്പൊ തന്നെ ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് പോവാം, അല്ലെങ്കിൽ എന്റെ വീട്ടിലേക്ക്. രണ്ടിലൊന്ന് നീ സമ്മതിച്ചേ പറ്റൂ. ഒന്ന് പറഞ്ഞു കൊടുക്ക് ചീരു, ഈ വാശി നല്ലതല്ലെന്ന്. എത്ര ദിവസം ഇവളിങ്ങനെ ഛർദിയും തലകർക്കുമായിട്ട് ബുദ്ധിമുട്ടുന്നു. ഇപ്പോഴും ഒരു ഡോക്ടറെ കണ്ടില്ലെന്ന് വേറെ ആരെങ്കിലും കേട്ടാ എന്നെ ആയിരിക്കില്ല അവർ കുറ്റപ്പെടുത്തുക. അത് ശബരി കരുതുന്നത് പോലെ ദയക്കത്ര വലിയ അസുഖങ്ങളൊന്നുമില്ല. അതെ ശബരി, ഇതൊക്കെ സാധാരണ പെണ്ണുങ്ങൾക്ക് ഉണ്ടാവുന്നതാ. ദയ അത് നിന്നോട് തുറന്നു പറയാൻ മടിച്ചിട്ടാ. എന്നുവെച്ചാ അമ്പിളി ചേച്ചി എന്താ പറഞ്ഞു വരുന്നത്? നീ എന്നെ നോക്കി ഇങ്ങനെ കണ്ണുരുട്ടിയിട്ടൊന്നും കാര്യമില്ല. ഇതൊന്നും ഭർത്താവിനോട് മറച്ചു വെക്കേണ്ട കാര്യമല്ല. അതെ ദയ, നീ തന്നെ ശബരിയോട് അത് തുറന്നു പറ. എന്നിട്ട് നിന്റെ പ്രശ്നവും പറ. ശബരിക്ക് അത് മനസ്സിലാവും. എനിക്കൊരു പ്രശ്നവുമില്ല. ഞാൻ ശബരേട്ടന്റെ കൂടെ പൊയ്ക്കോളാം. വാ ശബരേട്ട, നമുക്കിപ്പോ പോവാം. മോളെ, ഞാൻ ശബരേട്ടന്റെ കൂടെ സ്കൂട്ടറിൽ തന്നെ വന്നോളാം. ചേച്ചി വരാനല്ലേ പറഞ്ഞേ? വരാനല്ലേ പറഞ്ഞേ? അവിടെ നിൽക്കുന്നേ. നിന്റെ ഇഷ്ടത്തിനൊത്ത് ചലിക്കുന്ന പാവയൊന്നും അല്ല ഞാൻ. ആദ്യം നീ നിന്റെ ആരോഗ്യ പ്രശ്നം എന്താന്ന് പറ. അതറിഞ്ഞിട്ടേ ഇനി എന്തോ ഉള്ളൂ. ഞാൻ പറയാം ശബരി. ദയ പ്രഗ്നന്റാ. എനിക്ക് സംശയം ഉണ്ടായിരുന്നു. ഞാനത് നിന്നോട് ചോദിക്കാൻ ചെയ്തതല്ലേ? സാരമില്ല, പറയാൻ കുറച്ച് താമസിച്ചെന്നല്ലേ ഉള്ളൂ. ഇനി നീ പറയുന്നത് പോലെ ഞാൻ അനുസരിച്ചോളാം. നിനക്ക് ഇവിടെ നിൽക്കാൻ ഇഷ്ടമെങ്കിൽ അങ്ങനെ ആയിക്കോ. ഞാൻ ഉണ്ണിക്കുട്ടനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാം. എന്നിട്ട് അവന്റെ അസുഖം മാറുന്നത് വരെ ഞാനും ഇവിടെ നിൽക്കാം. ഇനി അതല്ല, എന്റെ വീട്ടിലേക്ക് പോവാനാ നിനക്ക് തോന്നുന്നതെങ്കിൽ ഞാനിപ്പോ തന്നെ ഒരു ടാക്സി വിളിക്കാം. വേണ്ട, എനിക്കിപ്പോ വേണ്ടത് അതൊന്നും അല്ല. ശബരിയേട്ടൻ എന്റെ ഇഷ്ടം നടത്തി തരാൻ തയ്യാറാണെങ്കിൽ
എന്റെ ഈ പ്രഗ്നൻസി ഒന്ന് ഇല്ലാതാക്കി തരണം. നീ എന്താ പറഞ്ഞേ? പ്രഗ്നൻസി ഇല്ലാതാക്കി തരണമെന്നോ? അതെ ശബരേട്ടാ, നമുക്കുടനെ വേറൊരു കുഞ്ഞുകൂടി വേണ്ട. അത് ശരിയാവില്ല. ശരിയാവില്ലെന്ന് നീ മാത്രം അങ്ങ് തീരുമാനിച്ചാൽ മതിയോ? ശരിയാവണം. ഒരു കുഞ്ഞുകൂടി നമുക്ക് വേണം ദേ. അതിനുവേണ്ടി നീ കുറച്ച് ബുദ്ധിമുട്ടിയാലും കുഴപ്പമില്ല. നിനക്ക് വേണ്ടതൊക്കെ ഞാൻ ചെയ്തു തരാം. ഒരു കുഞ്ഞുകൂടി വേണമെന്നല്ലേ ഉള്ളൂ. അത് ഉടനെ വേണമെന്ന് എന്തിനാ നിർബന്ധം പിടിക്കുന്നേ? അതെ ശബരി, നിങ്ങൾക്ക് രണ്ടുപേർക്കും അത്ര പ്രായമൊന്നും ആയിട്ടില്ലല്ലോ. ഇനിയും ഒരുപാട് സമയമുണ്ട്. പിന്നെ ഉണ്ണിക്കുട്ടൻ കുറച്ചുകൂടി ഒന്ന് വലുതാവട്ടെ. ഒരു കുഞ്ഞ് ജനിക്കും മുമ്പ് അതിന്റെ അമ്മയുടെ മനസ്സും ശരീരവും അതിന് തയ്യാറാണോന്നും കൂടെ നോക്കണം ശബരി. തുടക്കത്തിലാവുമ്പോ വലിയ പ്രയാസങ്ങളൊന്നും ഉണ്ടാവില്ല. നിന്റെ സമ്മതം മാത്രം മതി. ഇല്ല ചീരോ, എനിക്കിത് സമ്മതിക്കാൻ പറ്റില്ല. ഇരട്ടക്കുട്ടികളുടെ അമ്മയായിരുന്നിട്ടും ചീരു ഒരു കുഞ്ഞിനും കൂടെ ജന്മം നൽകാൻ തയ്യാറായില്ലേ? അമ്പിളി ചേച്ചിക്കാണ് ഇപ്പൊ ഇങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടായതെങ്കിൽ ചേച്ചി അത് വേണ്ടെന്ന് വെക്കുമായിരുന്നു. എന്താ സംശയം? ദയയുടെ സ്ഥാനത്ത് എനിക്കാണത് വേണ്ടാന്ന് തോന്നിയതെങ്കിൽ വേറൊരു കുഞ്ഞറിയാതെ ഞാനത് സ്വയം ഇല്ലാതാക്കിയാനെ. അപ്പോ അമ്പിളി ചേച്ചി അത് ചെയ്തു കൊടുക്കുന്നുള്ള പ്രതീക്ഷയിലായിരിക്കും സ്വന്തം മകന് വയ്യാന്ന് പറഞ്ഞിട്ടും ദയ എന്റെ കൂടെ വരാൻ തയ്യാറാവാത്തത് അല്ലേ? നീ ആദ്യം എന്നെ ഈ വിവരം അറിയിക്കാതെ നിന്റെ ചേച്ചിമാരെ അറിയിച്ചതും ആരും അറിയാതെ ഈ കുഞ്ഞിനെ ഇല്ലാതാക്കാനായിരിക്കും അല്ലേ? ആയിക്കോ, നീ നിന്റെ ഇഷ്ടം പോലെ ചെയ്തോ. പക്ഷേ ശബരിയുടെ സമ്മതത്തോടെ ചെയ്യില്ല. ഇനി അങ്ങനെ ഒരു റിക്വസ്റ്റുമായിട്ട് നീ എന്റെ മുന്നിലേക്ക് വരാനും പാടില്ല. ഞാൻ പോവാ. ശബരി, അല്ല ശബരി, ശബരി നിക്ക്. ശബരി നിക്ക്, ശബരി പോലെ. രഘുവേട്ട, ഇതൊക്കെ രഘുവേട്ടൻ കൂടി അറിഞ്ഞുകൊണ്ടാണോ? ഇല്ല ശബരി, ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും ഇപ്പൊ ഞാൻ അറിയാറില്ല. സത്യത്തിൽ അത് കേട്ടിട്ട് ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ സമ്മതിക്കില്ല രഘുവേട്ട. ആരെന്ത് പറഞ്ഞാലും സമ്മതിക്കില്ല. ശബരി, നീ ഇതിന്റെ പേരിൽ വേറൊരു തീരുമാനം എടുക്കരുത്. ഞാൻ ദയവായിട്ടൊന്ന് സംസാരിച്ചു നോക്കാം. തൽക്കാലം നീ വിഷയം വീട്ടിൽ ചർച്ച ചെയ്യണ്ട. അത് പ്രശ്നമാവും. ദയ അവളുടെ തീരുമാനം ചിലപ്പോൾ മാറ്റിയാലോ? എനിക്ക് തോന്നുന്നില്ല രഘുവേട്ട.